ഈവനിങ് ടൈം വെറുതെ വീട്ടിലിരുന്നപ്പോൾ എനിക്കും എൻ്റെ ചേച്ചിക്ക് ഒരു ഷോപ്പിംഗ് മൂഡ്. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഞങ്ങൾ ഇതാ ഇറങ്ങി. ഒരുപാട് ദൂരമൊന്നുമല്ല, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള പോത്തീസിലാണ്. അമ്മ മെയിനായിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടതേ വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറി വാങ്ങാനാണേ. ഗ്രോസറി സെക്ഷന് മൈൻഡ് പോലും ചെയ്താൽ ഞങ്ങൾ ഓടിച്ചാടി സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി. ഷോപ്പിംഗ് പ്ലാൻ ചെയ്തൊന്നും അല്ല കേട്ടോ രണ്ടുപേരും വന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ടോ എന്നറിയാൻ ഭയങ്കര ത്വരയാണ്. അത് എനിക്കാണെങ്കിലും അതെ, ചേച്ചിക്കാണെങ്കിലും അതെ. പിന്നെ ഞങ്ങളുടെ അമ്മയൊട്ടും മോശമല്ല കേട്ടോ ഈ ഷോപ്പിംഗ് കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ രണ്ട് സെക്ഷനിലേക്കായിട്ട് മാറി. ചേച്ചി പിന്നെ അത്രയ്ക്ക് മോഡേൺ ഡ്രസ്സൊന്നും യൂസ് ചെയ്യില്ല, കുറച്ച് മിനിമലൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് വൾഗറെല്ലാം തോന്നുന്ന ടൈപ്പൊക്കെ. എന്നാലും എനിക്ക് പൊതുവേ ഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ കൂടുതലുള്ളതും ഷർട്ട്സാണ് കേട്ടോ. എനിക്ക് ഷർട്ട്സ് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ഒരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ ഷർട്ട് തന്നെയാണ് ഫസ്റ്റ് നോക്കിയത്. പക്ഷേ എനിക്ക് അവിടെ ഇഷ്ടമായില്ല. എൻ്റെ കയ്യിലുള്ള ടൈപ്പൊക്കെ പോലെ തന്നെ എനിക്ക് തോന്നി. മോസ്റ്റ്ലി ജീൻസാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഷർട്ട്സ് അല്ലെങ്കിൽ കുർത്തീസ് അതാണ് എനിക്ക് കംഫർട്ടബിളും. അതുകൊണ്ട് അത് നോക്കി നടക്കുകയാണ് ഞാൻ. ചേച്ചിയും അവിടെ സെക്ഷനായിട്ട് നടക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ല, രണ്ടുപേരും രണ്ട് സെക്ഷനിലാണ്. അങ്ങനെ എനിക്ക് പറ്റിയൊരു സാധനം ഞാൻ കണ്ടുപിടിച്ചു. കഫ്താൻ കുർത്തീസാണ്, കംഫർട്ടബിളായിരുന്നു. ചേച്ചിയെ കാണിച്ചപ്പോൾ ചേച്ചിയും കൊള്ളാമെന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമായി, കംഫർട്ടബിളായിരുന്നു, കളറും നല്ല വൈബ്രൻ്റ് ആയിരുന്നു. അങ്ങനെ എൻ്റെ കാര്യം സെറ്റ്. ചേച്ചിയുടെ കാര്യം സെറ്റായിട്ടില്ല കേട്ടോ. ആളിത് ട്രയൽ റൂമിൽ ട്രയലിന് പോയിട്ടുണ്ട്. എന്താന്ന് നോക്കാം. അത് ഓക്കെയൊക്കെ പറഞ്ഞു പോയെങ്കിലും പുള്ളിക്കാരിക്ക് അത് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും എന്തൊക്കെയോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ കയറിയിട്ടുണ്ട്. ഞാനിവിടെ പോസ്റ്റുമാണ്. അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ രണ്ടുപേരും വാങ്ങി ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഗ്രോസറിയിലേക്ക് പോകാമെന്ന്. പക്ഷേ ഗ്രോസറിയിലേക്ക് പോകുമ്പോൾ സാരി സെക്ഷനൊന്നും നോക്കാതെ എങ്ങനെയാണ്. അങ്ങനെ രണ്ടാളും കൂടെ സാരി സെക്ഷനിലേക്ക് വലിഞ്ഞു കയറിയിട്ടുണ്ട്. എനിക്കും ചേച്ചിക്കും സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് രണ്ടുപേരും കൂടുതലും യൂസ് ചെയ്യാറില്ല. ആ രണ്ട് സാരീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം അത് വാങ്ങാൻ നിന്നാൽ നമുക്ക് ഗ്രോസറി വാങ്ങാൻ പറ്റില്ല. പിന്നെ അമ്മ രണ്ടിനെ പിടിച്ച് തൂക്കി വെളിയിലെറിയും. അതുകൊണ്ട് നമ്മൾ ഇനി എവിടെയും കയറാൻ നിന്നില്ല, നേരെ ഗ്രോസറി സെക്ഷനിൽ ചെന്നു. ചേച്ചി ഇതേ ക്രെഡിറ്റ് കാർഡിൻ്റെ ആൾക്കാർ പൊക്കി. ആ ടൈം വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് ചെന്നു. ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ ഫ്രൂട്ട്സൊക്കെ കാലിയാക്കുന്നതും ഞാൻ തന്നെയാണ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് എത്തി. അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ. ഇന്ന് തൊട്ട് ഡയറ്റ് എടുക്കണമെന്ന പ്ലാനിങ് ആണ് എനിക്ക്. എല്ലാ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്യും, പക്ഷേ ഫ്ലോപ്പ് ആവും. എന്നാലും പ്ലാനിങ് തെറ്റിച്ചൂടല്ലോ. ബില്ലിൻ്റെ സെക്ഷനിൽ നല്ല ക്യൂ ആയതുകൊണ്ട് ചേച്ചി അവിടെ നിർത്തിയിട്ട് ഞാൻ പുറത്തൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. ചേച്ചി എത്താറായും തോന്നുന്നു. നല്ല തിരക്കുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് ബില്ലിംഗ് സെക്ഷനിൽ ഇത്ര തിരക്ക്. ഞങ്ങളിതോ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന്. രണ്ടുപേരും നല്ല ടയേർഡായി. തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിലാണ്. നമ്മൾ ഇടയ്ക്ക് പോകുന്ന ബേക്കറിയാണ്. നല്ല അടിപൊളി ബേക്കറിയാണ്. നല്ല ചേട്ടന്മാരൊക്കെയുള്ള ബേക്കറിയാണ്. അങ്ങനെ ഞാനൊരു ജ്യൂസും അവളൊരു ഷെയ്ക്കും ഒക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. വയ്യ, ടയേർഡായി. എനിക്കങ്ങനെയാണ്, കുറച്ച് സമയം പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ ടയേർഡാകും. നമ്മുടെ ജ്യൂസും ഷെയ്ക്കും ഒക്കെ എത്തി. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചതോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛന് ഷുഗറിൻ്റെ മരുന്നും കൂടെ വാങ്ങിച്ച് നമ്മളിതാ വീട്ടിലേക്ക്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബായ്.